ഇത്രയും നാളത്തെ ജീവിതത്തിനിടയിൽ സാറ് തിരിഞ്ഞു നോക്കുമ്പോൾ സാർ എന്ത് ഫീലിംഗ് എന്ന ജനറൽ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ എത്തിയതിന് സന്തോഷം തന്നെയുള്ള ഈശ്വരനോടും അച്ഛനോടുള്ള കടപ്പാട്. അത് നമ്മൾ എന്നൊന്നും പറഞ്ഞാൽ തീരാത്തതാണ്. ടീം വർക്ക് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെയും ഇതിൻ്റെയും അത് ഒക്കെ ശരി. പക്ഷെ പോയ സമയം ആയിരുന്നു ഇതിനെക്കാട്ടും നല്ലതെന്നൊരു തോന്നൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് തിരിച്ചു കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് പറയുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ. എൻ്റെ അച്ഛൻ ഈ ആസ്തമ പേഷ്യൻ്റ് സിഗരറ്റൊക്കെ ഇഷ്ടം വരുന്നത്. ആ പുള്ളി ഒരു അങ്ങനെ നിൽക്കുകയാണ് വീട്ടിൻ്റെ, ഞങ്ങളുടെ പഴയ വീടിൻ്റെ അവിടെ നിന്നൊക്കെ ശ്വാസം വിട്ടിട്ട്. അപ്പോൾ ഞങ്ങളുടെ ബാങ്ക് മാനേജർ, ഞങ്ങൾ അടുത്ത വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ ബാങ്ക് മാനേജർ മഹാരാഷ്ട്രീയൻ സ്ഥലം. അയാൾ അടുത്ത് പോകുമ്പോൾ അച്ഛനെ മാമ എന്നെല്ലാവരും വിളിക്കും. പഴയ പേര് മാമ മാമേനെ വിളിക്കും. മാമ കേസാ ഹേ എന്ന് വെച്ചു. അപ്പം അച്ഛൻ മലയാളത്തിൽ ഞാൻ തർജ്ജമ ചെയ്ത് പറയുന്നു. ചെറുപ്പത്തിൽ ആലോചിച്ചില്ല വയസ്സാവുന്നത്. അപ്പം ഈ പുള്ളിക്ക് പറഞ്ഞ് മനസ്സിലായി കാണും, എനിക്ക് മനസ്സിലായി. ഞാൻ നമ്മൾ ചിലവില്ല. കുറേ കാലം കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ ഒരു പുസ്തകം പഠിച്ചുകൊണ്ട് വായിക്കാൻ പോയിട്ട് തിരിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ട് പുള്ളി DGM ഒക്കെ ആയിട്ട് ദേനാ ബാങ്കിൻ്റെ റിട്ടയർ ചെയ്ത്. പുള്ളിക്ക് ഹാർട്ട് പ്രോബ്ലം ഒക്കെ ഇല്ല. പുള്ളി ഒന്ന് ചോദിച്ച് എന്താ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പറയും, ഞാൻ കുറേ കാലം മുമ്പ് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു വാക്ക് ഓർമ്മിക്കുന്നു. അപ്പോൾ ചെറുപ്പകാലത്ത് ഓർത്തില്ല വയസ്സായി പോകുന്നു. ഞങ്ങൾ എന്ത് പറ്റി? അതുകൊണ്ട് ഞാൻ ചെറുപ്പകാലത്ത് ഒരുപാട് ദൂരത്തടിച്ച് നടന്നു. മാനേജറാണ്, ലോൺ പാസ് ചെയ്യുന്ന പാർട്ടി. അത് പുള്ളി കുറച്ച് നോൺ വെജാണ്, ഞാൻ വെജിറ്റേറിയനാണ്. അപ്പോൾ പുള്ളി നോൺ വെജ് കഴിക്കുന്നില്ല, പല ആക്ടിവിറ്റീസിൻ്റെ. അപ്പോൾ പുള്ളി അന്ന് ഞാൻ ആലോചിച്ചില്ല വയസ്സാവും. ഇപ്പോൾ ബൈപ്പാസൊക്കെ കഴിഞ്ഞിട്ട് ആകെ പരവശനായിട്ട് ഇരിക്കുകയാണ്. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ യഥാർത്ഥ മീനിങ് മനസ്സിലായത്. അതും ആലോചിക്കണം. അപ്പോൾ അത് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി സുഖമാവും പിന്നീടുള്ള ജീവിതം എന്ന് വിചാരിക്കും. പക്ഷെ അന്ന് ഇത് പറഞ്ഞ മാതിരി മായ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ണിൻ്റെ മുകളിൽ കൂളിംഗ് ഗ്ലാസ്സിന് മാതിരിയാണ്. അപ്പോൾ അത് വന്നു കയറി കഴിഞ്ഞാൽ നമുക്ക് ബിയോണ്ട് ദാറ്റ് വി ആർ നോട്ട് ഏബിൾ ടു സീ എനിത്തിങ്. ഈവൻ ഇഫ് യു ആർ ബീൻ ഷോ യു വിൽ നോട്ട് സീ. പിന്നെ ഇയാളുടെ പെയിൻറ്റിങ്ങിൽ പറഞ്ഞ മാതിരി തവള ഒരു പാറ്റ പിടിക്കുന്നു, തവള പകുതി പാമ്പിൻ്റെ വായിലാണ്. ഇതാണ് ജീവിതം കിടക്കുന്നത്. വളരെ വ്യക്തമാണ്, വളരെ നന്നായിരിക്കും. തീർച്ചയായും ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ സാർ എപ്പോഴും വളരെ ഹാപ്പി ആയിട്ട്, സാർ വളരെ പ്രസന്നവദനായിട്ട്, വളരെ സന്തോഷവാനായിട്ട് കാണാം. തീർച്ചയായും ഈ സന്തോഷം തീർച്ചയായും നല്ലതാണ്. എന്നാലും വളരെ നർമ്മത്തിൽ കലർന്ന വാക്കുകൾ കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ സാറിന് ഇത് എങ്ങനെ സാധിക്കും? ഒന്നാമത് ചെവി വളരെ തുറന്നിട്ടാണ്. ചെവിക്ക് കേൾക്കാനുള്ള പവർ കുറച്ച് കൂടുതലാണ്. എന്നിട്ട് പണ്ട് ഈ സ്കൂളിൽ ഫിസിക്കൽ എക്സാമിനേഷൻ നടക്കുമ്പോൾ എൻ്റെ ഇയർ കൂടുതലാണ്. അപ്പോൾ അവിടെ സംസാരിച്ചാലും എനിക്ക് പെട്ടെന്ന് ചെവി നായയുടെ ചെവി മാതിരി. അപ്പോൾ പെട്ടെന്ന് പിടിച്ചെടുക്കും. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കേൾക്കും, ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എൻ്റെ അച്ഛൻ പലതും ഞങ്ങൾ പല പ്രാവശ്യം ഞാൻ സ്കൂൾ മുതൽക്ക് അച്ഛൻ എന്നും ആസ്പത്രിയിൽ റെഗുലർ പേഷ്യൻ്റാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ എന്നും ആസ്പത്രിയിൽ രാത്രി ഞാൻ കിടക്കും, രാവിലെ സ്കൂളിൽ പോകും, രാത്രി കോളേജിൽ പോകുമ്പോൾ രാത്രി അവിടെ കിടക്കും, ഹോംവർക്കൊക്കെ അവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് പുള്ളി ഓരോരോ വേദവാക്യങ്ങളും പറഞ്ഞുതരും. പിന്നെ അടുത്തുള്ളവരുടെ യൂറിൻ ബോട്ടൊക്കെ കൊണ്ടുപോയി കഴുകാനൊക്കെ ഞാൻ തന്നെയാണ്. പുള്ളി പറയും, അവർ ആരും ഇല്ലാതെ കിടക്കാൻ നീ പോയിട്ടൊന്നും ക്ലീൻ ചെയ്യും. അപ്പോൾ അതുമാതിരി ഇങ്ങനെ പഠിച്ച് ആ ഒരു ലോവർ സ്ട്രാറ്റയിൽ ഒരു ആക്ടിവിറ്റി ചെയ്ത് ഇതുവരെ എത്തി. അപ്പോൾ പലരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ എപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഞാൻ പറഞ്ഞില്ലേ ലിറ്ററലി എൻ്ററിങ് ടു ദ ഷൂസ് ആൻഡ് തിങ്സ്. എന്നുവെച്ചാൽ അവർക്ക് നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതുമാതിരി നിങ്ങൾ അതനുസരിച്ച് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അതനുസരിച്ച് ഡിസിഷൻ എടുക്കും. സോ ഇറ്റ് ബിക്കംസ് മോർ ഈസിയർ. ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും, ടെൻഷൻ ഇല്ലാത്ത മനുഷ്യനില്ല. പക്ഷെ ആവുന്നു നമ്മളുടെ ടെൻഷൻ കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും. നമുക്ക് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ വല്ല തട്ടിത്തറിഞ്ഞ് വീഴ് എന്തെങ്കിലും ആയിട്ട് നമ്മൾ വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ആദ്യം കണ്ട ആളെ ഫയർ ചെയ്യും, ആ ദേഷ്യം അയാളെ മേടിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഡസ് നോട്ട് വർക്ക് ഔട്ട്. നമ്മളും ബുദ്ധിമുട്ടില്ല, അവരും ബുദ്ധിമുട്ടില്ല. കാലം മാറി. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ രണ്ട് ചീത്ത പറഞ്ഞാൽ അത് ഓടിക്കും. ആ കാലം. അപ്പോൾ ആവുന്നതും
കോഓപ്പറേറ്റീവ് കോഹെസീവ് ഒരു ഒന്നിച്ച് ജീവിക്കുക, തമ്മിൽ അറിഞ്ഞ് ജീവിക്കുക എന്നാണ് എൻ്റെ ഇതുവരെ മനസ്സിലാക്കിയ ജീവിതത്തിൽ അത്രയും എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് എൻ്റെ പിന്നെ ഒരുപാട് MK ഗാന്ധിയുടെ പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതും അതിപ്പോൾ ഇപ്പോൾ കൂടി ഞാൻ വായിച്ചിട്ടുണ്ട്. ഐ ഫോർ എൻ ഐ ഈസ് നോട്ട് എ സൊല്യൂഷൻ ബിക്കോസ് ഇറ്റ് മേക്സ് ദ ഹോൾ വേൾഡ് ബ്ലൈൻഡ്. ഇതിലൊരു വാക്കാണ് നമ്മളൊരാൾ അതിന് പകരം ചോദിക്കാന്ന് പറയില്ലേ. ഐ ഫോർ എൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മളെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് നമ്മൾ അയാളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണം. അപ്പോൾ ആ ഒരു വിഷൻ ആയി കഴിഞ്ഞാൽ ഹോൾ വേൾഡ് വിൽ ബിക്കം ബ്ലൈൻഡ്. അപ്പോൾ അത് വേണ്ട, ആവുന്നതും എവിടെ. പിന്നെ ഈ ഗുജറാത്തിലും അദ്ദേഹം ജനിച്ച കാരണമായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ നമുക്ക് അവിടെയൊക്കെ വിപ്ലവകാരികളല്ലേ, നമ്മളവിടെയൊക്കെ റിവല്യൂഷണറീസ് ആണ്. ഒരു കാര്യം കഴിഞ്ഞാൽ ഒന്നിനും പിന്നെ 2 മുറി എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഇവിടെ അഹിംസാ സിദ്ധാന്തം ആവുന്നത് ഞാൻ ഇത് പറയുന്നില്ല, ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് കാണിച്ചു കൊടുക്കുന്നുള്ള പോളിസി ഞാൻ അങ്ങനെയില്ല. പക്ഷെ ആവുന്നതും ഇറ്റ് ഈസ് എ വെരി സക്സസ്ഫുൾ തിയറി. നമ്മുടെ മഹാത്മാവ് വളരെ സക്സസ്ഫുൾ തിയറിയാണ്. ഇതുവരെ ബ്രിട്ടീഷുകാർ പോലും തോറ്റുപോയ വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി വളരെ സന്തോഷം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എക്സലൻറ്റ്, മാർവലസ് എന്നൊക്കെ പറയുന്ന ഒരു നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. തീർച്ചയായും ഒരുപാട് പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിയും. ഒരു ഗുരുനാഥൻ്റെ മുന്നിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചു. തീർച്ചയായും ഒരുപാട് ഒരു വ്യക്തി എന്ന് പറയുന്നത് സമൂഹത്തിനോട് എത്രത്തോളം കടപ്പെട്ടിരിക്കണം, ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ബിസിനസ്സുകാരനെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. തീർച്ചയായും ഞാൻ അതിൽ കണ്ടത് ഒരു വ്യത്യസ്തനായ, സമൂഹത്തെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന, ഒരു ലളിതമായി ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. തീർച്ചയായും അതെല്ലാം ആ അനുഗ്രഹങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പിതാവെന്നാണ്. ഒരു മഹാനായ ഒരു വലിയ മനുഷ്യൻ്റെ ഒരു മകൻ, തീർച്ചയായും അതും വലിയൊരു മഹാൻ തന്നെയാണ്. ഈ വാക്കുകൾ നിങ്ങൾക്കൊരു പാഠപുസ്തകമായിരിക്കട്ടെ, ഈ അഭിമുഖം നിങ്ങൾക്കൊരു പാഠപുസ്തകമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പർ ഞങ്ങളെ വിളിച്ചറിയിക്കാം. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.